എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കൊച്ചു കേരളത്തിൽ ഇവിടെ നടക്കുന്നത്? ദിവസം കൂടുന്തോറും അക്രമങ്ങൾ ഇങ്ങനെ കൂടി വരിക എന്നല്ലാതെ അതിനും യാതൊരു കുറവുകളും ഇല്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തിന്റെ ശിക്ഷകളെ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കല്? വർഷത്തിൽ ഒരു വട്ടമാണ് ക്രിസ്മസ് ഉണ്ടാവില്ലേ അല്ലേ? അതിന് കരോളിന് രാത്രി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇതാ ഇവര്. ഏതോ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ട് അത് തടഞ്ഞു നിർത്തിയിട്ട് അവരെ കണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് പരുവത്തിലാക്കി വിടുക. അവരെ കരച്ചിലൊക്കെ നോക്കി അതിന് വലിയവർ മാത്രമാണുള്ളത്. എത്ര ചെറിയ ചെറിയ പിഞ്ചു മക്കൾ വരെ ഉണ്ടാവും ഇതിൽ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമാണ്, എന്തിനാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് ഇടയിലും പോയിക്കാണ്ട് അവരുടെ ആ ഒരു പരിപാടിനെ അലങ്കോലപ്പെടുത്തിയിട്ട് അതിനെ നശിപ്പിച്ചുകൊണ്ട് ഇതേമാതിരി തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് മനുഷ്യ? അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള മതങ്ങൾ ഉണ്ടാവും. ആ മതത്തിനനുസരിച്ച് അവരുടെ ആചാരങ്ങളെ കണ്ട് അവരുടെ ആഘോഷങ്ങളെ കണ്ട് എൻജോയ്മെന്റുകളെ കണ്ട് അവർ പൊയ്ക്കോട്ടെ. നിങ്ങൾ അവിടെ പോയിക്കാണ് ഇതേമാതിരി ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കിയത് കാരണം കൊണ്ട് എന്ത് ചെയ്തേ? സന്തോഷം കിട്ടിയ അവിടെ ഇല്ല. അവർ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് അവർ ഈ പരിപാടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഇത്ര സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കും ഈ കരോളിലേക്ക് അവരുടെ കാലെടുത്തുകൊണ്ട് വെച്ചത്. പക്ഷെ അതിങ്ങനെ ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിനെ നടുവിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ കയറി വന്നിട്ട് അതങ്ങോട്ട് നശിപ്പിച്ചിട്ട് അവരെല്ലാവരോട് കരയിപ്പിച്ചിട്ട് അവരെ സന്തോഷം അങ്ങോട്ട് ഊതി കെടുത്തിക്കാണ്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? നിങ്ങൾ എന്തുദ്ദേശം വെച്ചിട്ടാണ് അവരുടെ ആ ഒരു കരോളിനെ അതേമാതിരി തടസ്സപ്പെടുത്തിയിട്ട് അലങ്കോലപ്പെടുത്തി കൊടുത്തത്? എന്തുദ്ദേശം വെച്ചിട്ടാണ്? ഇതന്നെയാണ് എത്ര കണ്ടിട്ടും കൊണ്ടിട്ടൊന്നും പഠിക്കാതെ വീണ്ടും 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 ഇതേമാതിരിയുള്ള തമ്മാടിത്തരം കട്ടിക്കൂട്ടുന്നത് കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു കാലത്തൊരു സമാധാന സന്തോഷം എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടാത്തതും പല ദുരിതങ്ങളും നമ്മൾ നേരിടേണ്ടിക്കപ്പെടെ വരുന്നത്. മനുഷ്യ ഒന്ന് മാറി ചിന്തിക്ക്. നിർത്തിയട ചങ്ങായിമാരെ ഇതേമാതിരി തല്ലും കൂടിയും അതും ഇതും ഒക്കെ നിർത്തിക്കണ്ട് മനുഷ്യരെ കണ്ട് എല്ലാ മതത്തെയും ഒരുപോലെ സ്നേഹിച്ച് അവരുടെ പരിപാടിയിലൊക്കെ പോയിക്കാണ്ട് അവരെ സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടെത്തി അങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിലൊക്കെ ഒന്ന് മുന്നോട്ട് പോയി നോക്കി. എന്തൊരു സുന്ദരമായിരിക്കും നമ്മുടെ കേരളം. ഇതിപ്പോ നടക്കുന്ന നമ്മുടെ കേരളത്തിലല്ലേ? ഇതൊക്കെ പുറത്തുള്ള ആൾക്കാരൊക്കെ അറിയുമ്പോൾ ആർക്കും അവിടെ അപമാനം. നമ്മുടെ കേരളത്തിനാണ് അപമാനം. ഓ, കേരളത്തിലെ മനുഷ്യർ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാർ കേരളത്തെ കൊഞ്ഞാനും കുത്തിക്കാണ്ട് എന്ത് ചെയ്യും? അവരോട് സംസാരിക്കും. അവരങ്ങനെ സംസാരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ചെറിയ പൊളിച്ചാണ് ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ കേരളത്തിലെ ഓരോ മലയാളികൾ കാട്ടിക്കൂട്ടുന്നതിനാണ് അവരവിടെ നിന്നാണ് കൊഞ്ഞാനും കുത്തിക്കാണ്ട് സംസാരിക്കുന്നത്.